എന്താ കാര്യം? മേഡത്തിനെ കാണണമായിരുന്നു. ഇപ്പോൾ പറ്റില്ല, മേഡം തിരക്കിലാണ്. മനസ്സിലാവില്ല. എന്താ പ്രശ്നം? നേരത്തെ കാണാൻ പറഞ്ഞ ഇപ്പൊ കാണാൻ പറ്റില്ല. അയാളെ കടത്തി വിട്ടോളൂ. ഇപ്പോൾ വിസിറ്റേഴ്സ് റൂമിലുണ്ട്. മേഡം എന്താ? ഇരിക്കൂ. മേഡം, ഞാൻ സർക്കാർ സർവീസ് റിട്ടയർ ചെയ്ത ആളാണ്. പിരിഞ്ഞു കിട്ടിയ പൈസനെ കൊണ്ട് മോളെ കല്യാണം എല്ലാം കഴിച്ചു വിട്ടു. എന്നിട്ട് വീടും പറമ്പും ബാങ്കിൽ പണയം വെച്ച് കിട്ടുന്ന പൈസ ബാക്കിയെല്ലാം എടുത്തിട്ട് മോനെ കനഡയിലേക്കും പറഞ്ഞേച്ച്. 5-8 വർഷമായിട്ട് ഓൻ നാട്ടിലും വരുന്നില്ല, പൈസ വെച്ചിരുന്നില്ല. യെസ്, ഓക്കെ, ഐ വിൽ കോൾ യു ബാക്ക്. ഇപ്പം ഞാൻ ബാങ്കിന്റെ ജപ്തി ഭീഷണിയിലാണ്. മേഡം ഇടപെട്ട് എന്തെങ്കിലും ഒരു വഴി എനിക്ക് ഉണ്ടാക്കി തരണം. ഗൾഫിൽ പോയവരൊക്കെ തിരിച്ചു വരും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയവരൊക്കെ പലരും അവിടെ സെറ്റിൽ ആവാനാണ് ശ്രമിക്കുക. നിങ്ങൾ അടുത്ത ദിവസം എൻ്റെ ഓഫീസിലേക്ക് ഒന്ന് വരൂ. ബാങ്ക് ഡീറ്റെയിൽസ് വെച്ച് ഒരപേക്ഷയുമായി വരണം. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എനിക്കൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട്. എന്നാ ശരി. എന്നാ പിന്നെ കണ്ടോ? കണ്ട്. എന്താ പറഞ്ഞത്? കളക്ടർ ഓഫീസിൽ അപേക്ഷയായിട്ട് പോകാനാ പറഞ്ഞു. അതെയോ? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്നെ മറന്നാലും എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. ഞാൻ പണ്ട് ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിന് മുന്നിൽ ചായക്കട നടത്തിയിരുന്ന ശ്രീധരനാ. ശ്രീധരനല്ലേ? എന്താ വരത? എത്ര സമയമായി നിന്നെ കാത്തിരുന്ന്? രാഘവട്ടാ, ഞാൻ ഇവനെയും കൂട്ടി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരുന്നു. നിങ്ങളൊന്ന് വീഡിയോ നോക്കാം. നീ വേഗം വരില്ലേ? ഞാൻ വേഗം വരുമപ്പാ. വെറുതെ വന്നേ. എന്റെ പട്ടയം ഒന്ന് പെട്ടെന്ന് കിട്ടണം കേട്ടോ സാറേ. ജോയിയുടെ കാര്യം ഞാൻ ഏറ്റുന്നേ. ഒരാഴ്ചക്കുള്ളിൽ തരാം. പോരെ? മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ചീര എന്താ ഇവിടെ? ഭരതന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാലോ. നാഷണൽ ഹൈവേക്ക് വേണ്ടി വീട് സ്ഥലം ഏറ്റെടുക്കുകയല്ലേ. പട്ടയം ഉണ്ടെങ്കിലേ നഷ്ടപരിഹാരം കിട്ടും. പട്ടയത്തിന് അപേക്ഷ കൊടുക്കാൻ വന്നതാ. കൗണ്ടറിൽ അപേക്ഷ കൊടുത്തപ്പോൾ ക്ലാർക്ക് പറഞ്ഞ് സാറിന് നേരിട്ട് കൊടുക്കണം. അതിനെന്താ, കയറി കൊടുത്തോളൂ. ജോയി, നിനക്കും പരിചയമുള്ള സാറല്ലേ, നീ ഒന്ന് സംസാരിക്കോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തന്നെ നേരിട്ട് കൊടുത്താൽ മതി. എന്നാ ശരി, എനിക്കൊന്ന് MLA ഓഫീസ് വരെ പോകണം. സാറേ. ആയിരിക്കും. എന്താ എന്താ കാര്യം? ഇവന്റെ ഒരു പട്ടയത്തിന്റെ അപേക്ഷിച്ച് വന്ന സാറേ. പട്ടയം വേഗം കിട്ടണം. എന്നാലല്ലേ നാഷണൽ ഹൈവേൻ്റെ പേരിൽ വീടും പറമ്പിനുള്ള നഷ്ടപരിഹാരം കിട്ടുമല്ലേ. ഇതൊക്കെ അറിയാം അല്ലേ? ഇത്രയും കാലം എന്താ പട്ടയത്തിന് അപേക്ഷിക്കാൻ? വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടുകാരെ ഒരു കാര്യേ. സർക്കാരിൻ്റെ എന്തെങ്കിലും പ്രൊജക്റ്റ് വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യമുണ്ടാകും. സാർ, അടുത്ത മാസം 11-ാം തീയതിക്ക് മുമ്പേ എല്ലാ രേഖകളും സമർപ്പിച്ചാൽ മാത്രമേ ഇയാൾക്ക് നഷ്ടപരിഹാരം കിട്ടൂ. ഇദ്ദേഹത്തിന് ആകെയുള്ളത് ആ കിടപ്പാടവും 10 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നാലോചിക്കട്ടെ. ഒരാഴ്ച കഴിഞ്ഞു.
ശരി സാർ. ശരി. ചീര ആ ഭരതനാ, എന്താ ഭരത പട്ടയം കിട്ടിയാ? എന്താവൻ അയാൾ പറയുന്നത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് ചെയ്യലാണ്. അവസാന തീയതിയാണെങ്കിൽ അടുത്തടുത്ത് വരുന്നുണ്ട്. അതിനിടയ്ക്ക് കിട്ടിയാ ഭാഗ്യം. ഞാൻ ഒന്നും കൂടി പോയി നോക്കട്ടെ. സത്യത്തിൽ ഭരതന് പിരാന്താ. അവൻ്റെ മരണം വരെ അവന് പട്ടയം കിട്ടാൻ പോകുന്നു. വേണ്ടാത്ത കാര്യത്തിലാണോടല്ലേ? ഓ പിന്നെ, ഞാൻ വേണ്ട കാര്യം പറഞ്ഞാൽ നീയൊക്കെ വേണ്ടാതാവും. ഇല്ല വന്നല്ലോ നമ്മൾ നേതാവ്. ആ ജോയി, നിനക്ക് പട്ടയം കിട്ടിയോ? എനക്കൊരാഴ്ച മുന്നേ കിട്ടി. അവൻ ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. പാവം ഭരതൻ. നീ അപേക്ഷ കൊടുത്ത ദിവസം തന്നെയാണ് ഓനും അപേക്ഷ കൊടുത്തത്. നീയൊന്ന് അവനെ സഹായിക്കുമോ? ഭരതൻ ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. ജോയി, നീയൊരു നേതാവല്ലേ, നീ പറഞ്ഞാൽ ഓഫീസർ കേൾക്കും. എൻ്റെ ചീര, ആ ഓഫീസർക്ക് കൈമടക്ക് കിട്ടാതെ മനസ്സിലായില്ലേ? കൈക്കൂലി കൊടുക്കാതെ ഒന്നും ചെയ്യില്ല. വകുപ്പ് മന്ത്രി എൻ്റെ പാർട്ടിൻ്റെ ആളാണ്. അതുകൊണ്ട് എൻ്റെ കാര്യം സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടാനൊന്നും എന്നെ കിട്ടൂലേ. ദീപസ്തംഭം മഹാചര്യം. നാട്ടുകാരെ പറ്റി ജീവിക്കുന്ന ഇവനെപ്പോലുള്ള തുക്കട നേതാക്കന്മാർക്കാണ് നമ്മളെ നാട്ടിൽ നിലയും വിലി. ഓഫീസർക്ക് കൈക്കൂലി കൊടുത്താൽ അതിൻ്റെ പകുതി പൈസ ഓൻ്റെ വായിലും പോകും. ഈ നാട് നന്നാവില്ല. ഞാനൊന്ന് പറഞ്ഞില്ലേ? ആ എന്താ ഭരത രാവിലെ തന്നെ അച്ഛനും മകളും ഇങ്ങോട്ട്? മോള് എന്താ മോളെ, ഇന്ന് സ്കൂളിൽ പോയില്ലേ? അച്ഛൻ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോണ്ട. സ്കൂളിൽ പോണ്ടെന്ന് പറഞ്ഞോ? ഭരത പട്ടയം കിട്ടിയോ? ഇല്ലപ്പ. ഇന്നുച്ചയാകുമ്പോഴത്തേക്ക് പട്ടയം കിട്ടിയാൽ വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇന്നാണ് അവസാന തീയതി. നീ വിഷമിക്കണ്ട ഭരത, എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. വഴിയുണ്ടാവും. തൽക്കാലം മോളിവിടെ നിൽക്കട്ടെ. ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കോളാം. ഇവിടെ ഇരിക്കും. ചീര, ഇതാരുടെ മോളാ? ഇത് നമ്മുടെ ഭരതന്റെ മോളാ. ആണോ? ചീര, വെള്ളം കുറച്ച് കടുപ്പത്തിലൊരു ചായ എടുത്താ. ഇപ്പൊ എടുക്കാം. മോളെ പേരെന്നാ? ദീപ. മോളെത്രയല്ല പഠിക്കുന്നത്? UKG. ആഹാ. ചിരട്ടാ, ഓ എന്താ ഒരു കാര്യം പറയണ്ട്, ഇങ്ങോട്ട് വാ.
സമീരട്ടാ, നടാൽ റെയിൽവേ ഗേറ്റിനടുത്ത് ഒരാൾ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. ഞാനും ചങ്ങായും പോയി നോക്കിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ സതീശനാണ് പറഞ്ഞത് അത് നമ്മുടെ ഭരതേട്ടനാണ്. മോളെ, അച്ഛൻ രാവിലെ ഇവിടെ വരുമ്പം എന്നോട് പറഞ്ഞ് പഠിച്ച് വലിയ ജോലിയൊക്കെ വാങ്ങണം. മോള് പഠിച്ച് വലിയ ഓഫീസറാണ് കേട്ടോ. സമയം കൊറേ ആയല്ലോ, അച്ഛൻ എന്താ വരാത്തെ? മോളെ, അച്ഛൻ ഇപ്പൊ വരും. ഞാൻ മറന്നു പോയതാ. അച്ഛൻ എന്നോട് പറഞ്ഞു വൈകുന്നേരം വരെ അച്ഛനെ കണ്ടില്ലെങ്കിൽ ഈ കത്ത് അങ്കിളിന് കൊടുക്കാൻ. പ്രിയപ്പെട്ട ശ്രീധരൻ, എൻ്റെ പ്രാരാബ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ നിനക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. കല്യാണം കഴിഞ്ഞ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഒടുവിലാണ് എനിക്കൊരു മോളെ കിട്ടിയത്. എൻ്റെ മോളെ പ്രസവിച്ചതോടെ എൻ്റെ ഭാര്യ വിമല മരണപ്പെടുകയും ചെയ്തു. നിനക്കറിയാലോ, അമ്മയില്ലാത്തതിൻ്റെ കുറവറിയിക്കാതെയാണ് ഞാൻ അവളെ വളർത്തിയത്. ശ്രീധര, നിൻ്റെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടും നിനക്കൊരു കുട്ടിയില്ലല്ലോ. എൻ്റെ ദീപമോളെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. ഭാവിയിൽ എൻ്റെ ദീപമോൾ നിനക്കൊരു തണലാകും. പട്ടയം കിട്ടിയില്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം തകരും. ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല. നേരിൽ കണ്ട് യാത്ര ചോദിക്കാനുള്ള ധൈര്യം എനിക്കില്ലടാ. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതി മോളെ ഏൽപ്പിച്ചത്. പാവം, എൻ്റെ ദീപമോളൊന്നും അറിയുന്നില്ല. എൻ്റെ മോളെന്നെ ചോദിക്കുമ്പോൾ നീ പറയണം, അച്ഛൻ ഒരു ദൂരെ യാത്ര ഉപകരിക്കുകയാണ്. ആ മോളെ, അച്ഛാ, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് ആ ശരി ശരി. അന്ന് നിങ്ങൾ വിചാരിച്ചാൽ എൻ്റെ പ്രിയ സുഹൃത്ത് ഭരതനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്കൊക്കെ കൈമടക്കാണല്ലോ വലുത്. സ്നേഹത്തേക്കാൾ വലുത് ഒരിക്കലും പണമാവില്ല. പണം വരും പോവും. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പ്രിയ സുഹൃത്ത് ഭരതൻ എന്നെ ഏൽപ്പിച്ച ഭരതൻ്റെ മകൻ എൻ്റെ വളർത്തുമകൻ അല്ല, എൻ്റെ സ്വന്തം മകൻ. നാട്ടുകാരുടെ കലക്ടർ, നന്മയുള്ള കലക്ടർ.